നെക്സ്റ്റ് ടോപ്പിക്ക് വേരിയേഷൻ മെത്തേഡ് ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ വേരിയേഷണൽ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ അതിൻ്റെ യൂസ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. വേരിയേഷണൽ പ്രിൻസിപ്പിൾ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആൻഡ് വേവ് ഫങ്ഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് വേരിയേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നോർമൽ സ്റ്റേറ്റ്സിൽ മാത്രമല്ല എക്സൈറ്റഡ് സ്റ്റേറ്റ്സിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്തിനു വേണ്ടി? ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയും വേവ് ഫങ്ഷനും കണ്ടുപിടിക്കാനായിട്ട്. സോ ആ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വേരിയേഷണൽ പ്രിൻസിപ്പിൾ എങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഹിയർ ഇൻ ഓർഡർ ടു അപ്ലൈ വേരിയേഷൻ മെത്തേഡ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് വി ഹാവ് ടു, നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഒരു ട്രയൽ ഫങ്ഷൻ വേണം. ആ ട്രയൽ ഫങ്ഷന് വേണം ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. സോ ഇൻ ഓർഡർ ടു അപ്ലൈ വേരിയേഷൻ മെത്തേഡ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് വി കൺസിഡർ ട്രയൽ ഫങ്ഷൻ വിച്ച് ആർ ഓർത്തോഗണൽ ടു eigen ഫങ്ഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിൻ്റെ eigen ഫങ്ഷന് ഓർത്തോഗണലായിരിക്കും. സോ ഇൻ ഓർഡർ ടു അപ്ലൈ variation method to excited state, in order to apply variation method to excited state, trial wave function orthogonal to true eigen function of lower states are considered. In order to apply variation method to excited state, trial wave functions orthogonal to eigen function of lower state are considered. ഇനി ഇവിടെ ട്രയൽ ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ ട്രയൽ ഫങ്ഷൻ ഓഫ് n+1 സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫൈ ആണ് ട്രയൽ ഫങ്ഷൻ. n+1 സ്റ്റേറ്റിൻ്റെ ട്രയൽ ഫങ്ഷൻ എന്ന് പറയുന്നത് n+1. ഇനി വേവ് ഫങ്ഷൻ അല്ലെങ്കിൽ eigen ഫങ്ഷൻ നോർമലൈസ്ഡ് eigen ഫങ്ഷൻ എന്ന് പറയുന്നത് φi ആണ് വേവ് ഫങ്ഷൻ, φi ആണ് നോർമലൈസ്ഡ് eigen ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ ഫങ്ഷനും വേവ് ഫങ്ഷനും അല്ലെങ്കിൽ eigen ഫങ്ഷനും ഇത് രണ്ടും കിട്ടി. ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞായിരുന്നു ട്രയൽ ഫങ്ഷൻ ഈസ് ഓർത്തോഗണൽ ടു eigen ഫങ്ഷൻ, അതായത് φ ഈസ് ഓർത്തോഗണൽ ടു psi. Since phi orthogonal to psi, a1, a2, etc. are 0. Since phi is orthogonal to psi, a1, a2, etc. are 0 in ട്രയൽ ഫങ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് φ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ എ ഐ സൈ ഐ ആണ്. അത് നമ്മൾ ഫസ്റ്റ് വേരിയേഷൻ പ്രിൻസിപ്പളിൽ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ട്രയൽ ഫങ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഐ എ ഐ സൈ ഐ. ഇതാണ് ട്രയൽ ഫങ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ φ എന്ന് പറയുന്നത് സൈക്ക് ഓർത്തോഗണൽ ആയതുകൊണ്ട് ഈ കോഎഫിഷ്യൻസ് 0 ആയി പോവും. ഇനി എന്ന് പറയുന്നതാണ് നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആയിട്ട് വരുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ചിനോ ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്ററോ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഗ്രേറ്റർ അല്ല, ലെസ് ദാൻ.
സോ എനർജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്നാണ് വരുന്നത്. സോ ഇവിടെ എച്ച് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഐ എ ഐ സ്ക്വയർ ഇ ഐ. ഇത് നമ്മൾ വേരിയേഷണൽ പ്രിൻസിപ്പിളിൽ പറഞ്ഞതാണ് ഈ വാല്യൂൻ്റെ കാര്യം. സോ ഇവിടെ ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേനും ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ബിക്കംസ് ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റ് expectation values become h is equal to a n plus 1 square e n plus 1 plus a n plus 2 square e n plus 2 plus etc. or h എന്ന് പറയുന്നത് n പ്ലസ് 1 ആണ് ഏറ്റവും ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ്. സോ എന്തായാലും ഇവിടെ ഇനി അനദർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇപ്പോൾ n പ്ലസ് 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഈ ഒരു എനർജി മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ n പ്ലസ് 2 n പ്ലസ് 3 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈ n പ്ലസ് 1, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n പ്ലസ് 1. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വേരിയേഷണൽ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രയൽ ഫംഗ്ഷൻസ് വിച്ച് ആർ ഓർത്തോഗണൽ ടു ട്രൂ eigen ഫംഗ്ഷൻസ് ആർ കൺസിഡേർഡ്. n പ്ലസ് 1 സ്റ്റേറ്റിൻ്റെ ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5n പ്ലസ് 1 ആണ്. നോർമലൈസ്ഡ് eigen ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi a ആണ്. ഇനി psi എന്ന് പറയുന്നത് phi എന്ന് പറയുന്നത് psiയുമായിട്ട് ഓർത്തോഗണലാണ്. അതുകൊണ്ട് phiയുടെ ഇക്വേഷനിലെ കോഎഫിഷ്യൻറ്റ് a1 a2 എന്ന് പറയുന്ന കോഎഫിഷ്യൻസ് 0 ആയി പോകും. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ എ ഐ ഇ ഐ ആണ്. അത് നോർമൽ സ്റ്റേറ്റിൽ ആണ് ഈ ഇക്വേഷൻ. എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് വരുമ്പോഴത്തേന് n പ്ലസ് 1 n പ്ലസ് 2 ആ രീതിയിൽ വരും. പിന്നെ അതുകൊണ്ട് തന്നെ മിനിമം വാല്യൂ ഈ n പ്ലസ് 1 ആയതുകൊണ്ട് എന്തായാലും എച്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലെ ഇപ്പോൾ n പ്ലസ് 1 സ്റ്റേറ്റിലെ n പ്ലസ് 2 സ്റ്റേറ്റിലെ ട്രയൽ ഫങ്ഷൻസ് n പ്ലസ് 1 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 5 നമുക്കിനി ഓരോ സ്റ്റേറ്റിൽ ഇപ്പോൾ n പ്ലസ് 1 സ്റ്റേറ്റിലെ n പ്ലസ് 2 സ്റ്റേറ്റിലെ ഈ സ്റ്റേറ്റ്സിലെ ട്രയൽ ഫങ്ഷൻസ് എന്തൊക്കെ വരുമെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ലെവലിലെ ട്രയൽ ഫങ്ഷൻ എന്ന് പറയുന്നത് 5 വരും. സെക്കൻഡിലത് 5 അങ്ങനെ 5 n പ്ലസ് 1 അങ്ങനെ പോവും. n പ്ലസ് 1 n പ്ലസ് 2 അങ്ങനെ പോവും. സോ ഇനി ട്രയൽ ഫംഗ്ഷൻ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ലെവലിലെ ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5 ഗ്രൗണ്ട് സ്റ്റേറ്റ് ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5 ഇനി ദ ട്രയൽ ഫംഗ്ഷൻസ് ആർ ഫൗണ്ട് ആസ് ഫൈവ് വണ്ണ് കണ്ടുപിടിച്ച്. ഇനി 5 എന്ന് പറയുന്നത് 5 മൈനസ് psi1 ഇൻറ്റു psi1. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റിലെ ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 5 ഈസ് ഈക്വൽ ടു 5 മൈനസ് psi1 ഇൻറ്റു psi1. ഹിയർ 5 ഈസ് orthogonal. Here 5 is orthogonal to psi1 because psi1 phi2 equal to psi1 phi2 എന്ന് പറയുന്നത് psi1 phi1 മൈനസ് psi1 phi1 ഇൻറ്റു phi1 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു phi എന്ന് പറയുന്നത് psiക്ക് ഓർത്തോഗണൽ ആയിരിക്കും. സോ 5 എന്ന് പറയുന്നത് 5 ആണ് ഓർത്തോഗണൽ ആകുന്നത്. അതായത് 2 എടുത്ത് സെക്കൻഡ് സ്റ്റേറ്റിലെ ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റിലെ ട്രയൽ ഫംഗ്ഷനുമായിട്ടാണ് ഓർത്തോഗണൽ ആകുന്നത്. അതിൻ്റെ കണ്ടീഷനാണ് ഈ പറയുന്നത്. 5 ഈസ് ഓർത്തോഗണൽ ടു 5 ബിക്കോസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ 5 5 ഈസ് ഈക്വൽ ടു psi1 മൈനസ്, അതായത് ഇത് രണ്ടും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ 1 ആണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റിലെ ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റിലെ eigen ഫംഗ്ഷനുമായിട്ട് ഓർത്തോഗണലാണ്. കാരണം psi1 മൈനസ് psi1 ഇൻറ്റു
psi1. ഈ കണ്ടീഷൻ നമ്മൾ അതുപോലെ പഠിച്ചാലേ ഇത് കറക്റ്റായിട്ട് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞാൽ മതി, phi2 ഈസ് ഓർത്തോഗണൽ ടു phi1. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ phi2 കണ്ടുപിടിച്ച് phi2 ഈസ് ഫൗണ്ട് എങ്ങനെ, ഈ ഇക്വേഷനിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, phi1 ഈസ് ഫസ്റ്റ് ഒബ്റ്റൈൻഡ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ട്രയൽ ഫംഗ്ഷൻ ഈസ് ഫൗണ്ട്, ദെൻ phi2 ഈസ് ഫൗണ്ട്. അങ്ങനെ psi2 കിട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് E2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം E2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് H. സോ വി ഗെറ്റ് E2. ഇനി phi2 കണ്ടുപിടിച്ചു. ഇതുപോലെ phi3യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് phi1 മൈനസ് ഇവിടുത്തെ പോലെ തന്നെ വരും, phi1 മൈനസ് psi1 phi1 ഇൻറ്റു psi1 മൈനസ് phi2 psi1 ഇൻറ്റു psi2. ഇതാണ് തേർഡ് സ്റ്റേറ്റിൽ. വിച്ച്, അതായത് phi3 വിച്ച് ഈസ് ഓർത്തോഗണൽ ടു phi1 ആൻഡ് phi2. അതായത് phi3 എന്ന് പറയുന്നത് psi2നും psi1നും ഈക്വലായി ഓർത്തോഗണലായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ phi2 എന്ന് പറയുന്നത് psi1നായിരുന്നു ഓർത്തോഗണൽ, phi3 എന്ന് പറയുന്നത് psi1നും psi2നും ഓർത്തോഗണലാണ്. അപ്പോൾ ഇവിടെ phi2 കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് E2 കിട്ടി. ഇനി ഇവിടെ phi3 കണ്ടുപിടിച്ചപ്പോൾ ഫ്രം phi3 വി ഗെറ്റ് E3. സോ ഈ ട്രയൽ ഫങ്ഷൻസിൻ്റെ ജനറൽ ഈ ഇക്വേഷൻസിൽ നിന്ന്, ട്രയൽ ഫങ്ഷൻസിൻ്റെ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇൻ ജനറൽ വി ക്യാൻ സേ phi n plus 1 equal to psi1 minus sigma I phi I phi1 into psi I. Where phi1 is the ground state variational wave function, where psi1 is the ground state variational function. ഇനി അടുത്തെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് വേരിയേഷണൽ മെത്തേഡ് ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റ് കിട്ടി. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ആദ്യം നമ്മൾ ട്രയൽ ഫംഗ്ഷൻ്റെ ഈഗൻ ഫംഗ്ഷൻ്റെയും കാര്യം പറയണം, പിന്നെ ട്രയൽ ഫംഗ്ഷനും ഈഗൻ ഫംഗ്ഷനും എന്താണെന്ന് പറയണം, പിന്നെ ട്രയൽ ഫംഗ്ഷൻ്റെയും ഈഗൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻസ് പറയണം. അതിൽ നിന്ന് ബാക്കി ട്രയൽ ഫംഗ്ഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് പറയണം. phi2 പറയണം, phi3 പറയണം, ജനറൽ ഫോർമുലയും പറയണം. സോ വേരിയേഷൻ മെത്തേഡ് ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നമ്മൾ ഫൈയുടെ കാര്യമാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ ഇക്വേഷൻ ഫോർ phi ഈസ് ഫൗണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഹെൽമാൻ-ഫെയ്മാൻ തിയറമാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്സിന് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്സ് എല്ലാം വരുന്നത്. പെർട്ടർബേഷൻ മെത്തേഡ്, വേരിയേഷൻ മെത്തേഡ്, WKB അപ്രോക്സിമേഷൻ. സോ അതുപോലെ തന്നെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ് ഹെൽമാൻ-ഫെയ്മാൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഫോർത്ത് ടോപ്പിക് എന്ന് പറയുന്നത് ദി Hellmann-Feynman approach. The Hellmann-Feynman approach. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർട്ടർബേഷൻ മെത്തേഡ് പോലെ വേരിയേഷൻ മെത്തേഡ് പോലെ ഒരു അപ്രോച്ചാണ് ഹെൽമാൻ-ഫെയ്മാൻ മെത്തേഡ്. ഇനി ഇതെന്താണെന്ന് നോക്കാം. വേരിയേഷൻ മെത്തേഡ് ഹാമിൽട്ടോണിയൻ, വേരിയേഷൻ മെത്തേഡിൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഹാമിൽട്ടോണിയൻ റിമെയിൻസ് ഫിക്സഡ്.
പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, സ്റ്റഡി ഓഫ് ചേഞ്ച് ഓഫ് എനർജി ആസ് ട്രയൽ ഫങ്ഷൻ വേരീസ് ആണ് വേരിയേഷൻ മെത്തേഡിൽ സംഭവിക്കുന്നത്. സ്റ്റഡി ഓഫ് എനർജി ചേഞ്ച് ആസ് ട്രയൽ ഫങ്ഷൻ ചേഞ്ചസ്. ഹാമിൽട്ടോണിയൻ ഫിക്സഡ് ആണ്. സ്റ്റഡി ഓഫ് എനർജി ചേഞ്ച് ആസ് ട്രയൽ ഫങ്ഷൻ ചേഞ്ചസ് ഈസ് സ്റ്റഡീഡ്. എനർജി ചേഞ്ചാണ് സ്റ്റഡി ചെയ്യുന്നത് ആസ് ട്രയൽ ഫങ്ഷൻ ചേഞ്ചസ്. ഇനി ഹെൽമാൻ-ഫെയ്മൻ മെത്തേഡിൽ Hellmann-Feynman approach. In Hellmann-Feynman approach, study of energy change as Hamiltonian changes takes place. Study ഓഫ് എനർജി, അത് രണ്ട് സെയിം തന്നെയാണ്. ഇവിടെ സ്റ്റഡി ഓഫ് എനർജിയാണ്, ഇവിടെ സ്റ്റഡി ഓഫ് എനർജിയാണ്. ഇവിടെ ട്രയൽ ഫംഗ്ഷനാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇവിടെ ഹാമിൽട്ടോണിയനാണ് ചേഞ്ച് ചെയ്യുന്നത്. സ്റ്റഡി ഓഫ് എനർജി ചേഞ്ച് ആസ് ഹാമിൽട്ടോണിയൻ വേരീസ്. takes place. അപ്പോൾ ഇതാണ് ഹെൽമാൻ-ഫെയ്മാൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് വേരിയേഷൻ മെത്തേഡിൽ എനർജി ചേഞ്ച് ആസ് ട്രയൽ ഫംഗ്ഷൻ ചേഞ്ചസ് ആണ് നടക്കുന്നത്. കാരണം അവിടെ എല്ലായിടത്തും നമ്മൾ ട്രയൽ ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹെൽമാൻ-ഫെയ്മാൻ അപ്രോച്ചിൽ എനർജി ചേഞ്ചിൻ്റെ സ്റ്റഡി തന്നെ ഹാമിൽട്ടൺ വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് ഹെൽമാൻ-ഫെയ്മാനിൽ പറയുന്നത്. ഇനി if Hamiltonian is dependent on R, if Hamiltonian is dependent on R, then we can say that the Hellmann theorem gives the Hellmann-Feynman theorem gives dou dE by dr equal to dou h by dou r എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഇപ്പം വേരിയേഷൻ മെത്തേഡിൽ നമുക്ക് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്നാണ് കിട്ടിയത്. അവിടെ ഡെറിവേറ്റീവ് ഇല്ലായിരുന്നു. ഹെൽമാൻ തിയറം വരുമ്പോഴത്തേനും ഇവിടെ ഡെറിവേറ്റീവ്സിൻ്റെ ടൈംസിലാണ് വരുന്നത്. ഡി ഇ ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡോ എച്ച് ബൈ ഡോ ആർ. ഇവിടെ ഇ എന്ന് പറയുന്നത് എനർജി ഓഫ് സിസ്റ്റം, എച്ച് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ. ഇവിടെ ഇപ്പം നമുക്ക് പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇഫ് എച്ച് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ആർ ദെൻ ഇ ഈസ് ഓൾസോ ഡിപ്പെൻഡൻ്റ് ഓൺ ആർ. ഇതും ഇവിടെ പറയണം. ഇഫ് ഇ ഗിവ്സ് ദി എനർജി ഓഫ് ദ സിസ്റ്റം, ഇഫ് ഹാമിൽട്ടോണിയൻ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ആർ, ഇ ഈസ് ഓൾസോ ഡിപ്പെൻഡൻ്റ് ഓൺ ആർ. ഇതാണ് ഹെൽമാൻ-ഫെയ്മാൻ അപ്രോച്ചിൻ്റെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, സ്റ്റഡി ഓഫ് എനർജി ചേഞ്ചസ് ആസ് ഹാമിൽട്ടോണിയൻ വേരീസ് ടേക്സ് പ്ലേസ്. ഡി ഇ ബൈ ഡി ആർ ഈസിക്കൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡോ എച്ച് ബൈ ഡോ ആർ. ഇനി ഇതിൻ്റെ പ്രൂഫ്, ഈ എക്സ്പ്രഷൻ്റെ പ്രൂഫ്. ഇവിടെ നമ്മളൊരു നേരത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എയ്ഗൺ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യണം. നോർമലൈസ്ഡ് എയ്ഗൺ ഫംഗ്ഷൻ. consider a normalized eigen function which is psi of r. Consider a normalized eigen function psi of r. അതങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി എന്ന് പറയുന്നത് ഇ ഓഫ് ആർ, ഈ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. സോ ഇ ഓഫ് ആർ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് ആർ എച്ച് സൈ ഓഫ് ആർ. ഇപ്പം ഇതേ കാര്യം തന്നെ വേരിയേഷൻ മെത്തേഡിൽ എങ്ങനെയായിരുന്നു? ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഫൈ എച്ച് ഫൈ. അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫൈക്ക് പകരം സൈ വരുന്നു. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർ ഡി ഇ ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു, ഇതിനെ നേരെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി ഓരോന്നിനെ എടുത്തിട്ട്, ഡോ സൈ ബൈ ഡോ ആർ എച്ച് സൈ പ്ലസ് സൈ ഡോ എച്ച് ബൈ ഡോ ആർ സൈ പ്ലസ്
psi h dou psi by dou r. Using Hermitian property of h. Using Hermitian property of h, we have dE by dr ഈക്വൽ ടു ഹെർമിഷ്യൻ പ്രോപ്പർട്ടിയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എച്ച് ആണല്ലോ. സോ ഇവിടുത്തെ ഈ എച്ചിനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അതായത് ഇ ഇൻറ്റു ഡോ സൈ ബൈ ഡോ ആർ ഇൻറ്റു സൈ പ്ലസ് സൈന് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡോ എച്ച് ബൈ ഡോ ആർ മാത്രം റിമൈൻ ചെയ്യും, പ്ലസ് സൈ ഡോ സൈ ബൈ ഡോ ആർ. ഇനി ഈ രണ്ട് ടേംസിനെ, ഇവിടെ ഒരു ഇ ഉണ്ട്, ഈ രണ്ട് ടേംസിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഡി ഇ ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് സൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ആർ. ഹിയർ psi is equal to 1, then d by dr of psi എന്ന് പറയുന്നത് 0. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടൈം 0 ആകുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നതെന്ന് വെച്ചാൽ ഡി ഇ ബൈ ഡി ആർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഡോ എച്ച് ബൈ ഡോ ആർ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹിയർ ഇപ്പോൾ ഹെൽമാൻ-ഫെയ്മാൻ അപ്രോച്ചിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ ഹെൽമാൻ-ഫെയ്മാൻ അപ്രോച്ചിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഡോ എച്ച് ബൈ ഡോ ആർ ഈസ് സിമ്പിൾ ടു കാൽക്കുലേറ്റ്. The advantage is that dou h by dou r is simple to calculate. Here the total Hamiltonian is h is equal to h0 plus rx. The total Hamiltonian is h is equal to h0 plus rx, where x is equal to dou h by dou r. അപ്പോൾ ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് h0 പ്ലസ് ആർ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ ആണ് ഡോ എച്ച് ബൈ ഡോ ആർ, വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ h0, വിച്ച് ഡസിൻറ്റ് കണ്ടെയ്ൻ h0. ഈ എച്ച് എന്ന് പറയുന്നത് h0 പ്ലസ് ഒരു വാല്യൂ ആണ്, പക്ഷേ ഡോ എച്ച് ബൈ ഡോ ആറിൽ എക്സ് എന്ന് പറയുന്ന ടൈമിൽ h0 കണ്ടെയ്ൻ ചെയ്യത്തില്ല. ഇനി ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ട്രൂ വേവ് ഫങ്ഷൻസ് വേണം. സോ ടു കാൽക്കുലേറ്റ് ഡോ എച്ച് ബൈ ഡോ ആർ, അതായത് ഈ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ബൈ ഡി ആർ ആണ് വേണ്ടത്. സോ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ഡോ എച്ച് ബൈ ഡോ ആർ, വേവ് ഫങ്ഷൻസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം പെർട്ടർബേഷൻ തിയറി. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ്, വേരിയേഷൻ മെത്തേഡ് വരുന്നതിന് മുമ്പേ ഉള്ളൊരു മെത്തേഡാണ് പെർട്ടർബേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ടു കാൽക്കുലേറ്റ് ഡോ എച്ച് ബൈ ഡോ ആർ, വേവ് ഫങ്ഷൻ ആർ കാൽക്കുലേറ്റഡ് ഫ്രം പെർട്ടർബേഷൻ തിയറി. സോ നമ്മളിനി വേരിയേഷൻ മെത്തേഡിൽ എന്താ ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹെൽമാൻ-ഫെയ്മാൻ അപ്രോച്ചിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേരിയേഷൻ മെത്തേഡിൻ്റെ കാര്യം പറഞ്ഞു. ഹാമിൽട്ടോണിയൻ ഫിക്സഡ് ആണ്. എനർജി ചേഞ്ചിൻ്റെ സ്റ്റഡി ആ ട്രയൽ ഫംഗ്ഷൻ വേരീസ് ആണ് അവിടെ നടക്കുന്നത്. ഹെൽമാൻ-ഫെയ്മാൻ വന്നപ്പോഴത്തേനും എനർജി ചേഞ്ചിൻ്റെ സ്റ്റഡി തന്നെ ഹാമിൽട്ടോൺ വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന ആറിന് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഹെൽമാൻ തിയറം തരുന്നതെന്ന് വെച്ചാൽ ഡി ബൈ ഡി ആർ ഇസിക്കൽ ടു എക്സ്പെക്ടേഷൻ വാല്യൂ ഡോ എച്ച് ബൈ ഡോ ആർ. മറ്റെവിടെ വേരിയേഷൻ്റെ പ്രിൻസിപ്പളിൻ്റെ അവിടെ ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്നായിരുന്നു. സോ ഇവിടെ എച്ച് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഇ എന്ന് പറയുന്നത് എനർജി തരും. സോ എച്ച് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ആർ, വി ഗെറ്റ് ഇ
ഡിപ്പെൻഡൻ്റ് ഓൺ ഇ ഈസ് ഓൾസോ ഡിപ്പെൻഡൻ്റ് ഓൺ ആർ. ഇനി അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് നോർമലൈസ്ഡ് എയ്ഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് ആർ ആണ്. സോ എനർജി ഇ ഓഫ് ആർ എന്ന് പറയുന്നത് സൈ ഓഫ് ആർ എച്ച് സൈ ഓഫ് ആർ. ഇ എന്ന് പറയുന്നത് സൈ ഓഫ് ആർ എച്ച് സൈ ഓഫ് ആർ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി ആർ എന്ന് പറയുന്നത് ഡോ സൈ ബൈ ഡോ ആർ. ഈ സാധനത്തിന് നേരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡോ സൈ ബൈ ഡോ ആർ, ഡോ എച്ച് ബൈ ഡോ ആർ, ഡോ സൈ ബൈ ഡോ ആർ. ഇനി ഹെർമിഷ്യൻ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്നുള്ളത് പുറത്തെടുക്കും. അതായത് ഇവിടെ അകത്ത് കിടക്കുന്ന എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് ആണ്. അതിന് പുറത്തെടുത്താൽ ഇ വരും. ഡി ബൈ ഡി ആർ എന്ന് പറയുന്നത് ഈ സൈ എന്ന് പറയുന്നതിന് 1 ആയിട്ട് എടുക്കും. സോ ഡോ എച്ച് ബൈ ഡോ ആർ മാത്രം വരും. ഇവിടെയും ഈ പുറത്തെടുക്കും, ബാക്കി ടൈം എഴുതും. സോ ഈ ഫസ്റ്റ് ടൈമിനും തേർഡ് ടൈമിനും കമ്പൈൻ ചെയ്ത് എഴുതും. മറ്റേ ടൈം അതുപോലെ തന്നെ എഴുതും. ഇവിടെ സൈ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഡി ബൈ ഡി ആർ ഓഫ് സൈ എന്ന് പറയുന്നത് 0 വരും. സോ നമുക്ക് ബാക്കി ഡി ബൈ ഡി ആർ എന്ന് പറയുന്നത് ഡോ എച്ച് ബൈ ഡോ ആർ മാത്രമായിട്ട് കിട്ടും. ഇവിടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡോ എച്ച് ബൈ ഡോ ആർ ഈസ് സിമ്പിൾ ടു കാൽക്കുലേറ്റ്. ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എച്ച് ഈസ് ഈക്വൽ ടു H0 പ്ലസ് ആർ എക്സ്, വേറെ എക്സ് എന്ന് പറയുന്നത് ഡോ എച്ച് ബൈ ഡോ ആർ ആണ്. സോ ടു കാൽക്കുലേറ്റ് ഡോ എച്ച് ബൈ ഡോ ആർ വേവ് ഫങ്ഷൻസ്, ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഡോ എച്ച് ബൈ ഡോ ആർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പെർട്ടർബേഷൻ തിയറി വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് വേരിയേഷൻ മെത്തേഡ് ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഹെൽമാൻ ഫെയ്മാൻ അപ്രോച്ച്.